അപ്പോൾ കഥ എവിടെയാണ് നിർത്തിയത്? അങ്ങനെ നമ്മൾ റെഡിയായിട്ട് ഓഫീസിൽ പോകാൻ ഇറങ്ങുക കേട്ടോ. പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി. ആ റൂമിൽ ഞാൻ അന്നേരം ആദ്യ കുറച്ച് ദിവസങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ യുഎയിലാണ് കേട്ടോ. ഇവിടെ ചെന്നപ്പം എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. എന്നേക്കാൾ കുറച്ച് യങ്ങായിട്ടുള്ള ആൾക്കാരാണ്. ആദ്യത്തെ ദിവസം ഡയറിയും മുട്ടായിയൊക്കെ കഴിച്ച് നമ്മൾ തള്ളി നീക്കി. പെട്ടെന്നുള്ള യാത്രയായത് കാരണം അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ വീട്ടിൽ ഉപേക്ഷിച്ച് പോന്നു. ഷാമ്പു അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ ബസ്സിൽ കയറി. ബസ് പിടിച്ച് ഒരു 10 രൂപ പോയിൻ്റ് കൊടുത്തിട്ട് വേണം ഹോസ്റ്റലുള്ള സ്ഥലത്തേക്ക് എത്താൻ. അവിടെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ശരിക്കും മറന്നുപോയി കേട്ടോ. ഒരു ശിവക്ഷേത്രത്തിനടുത്തായിരുന്നു നമ്മുടെ സ്റ്റേ. കമ്പനി അക്കോമഡേഷൻ ആയിരുന്നു. വൈകുന്നേരങ്ങളിൽ നല്ല പാട്ടും അതും എല്ലാം കേട്ട് ഒരു പീസ്ഫുൾ ഏരിയ. പിന്നെ നമ്മൾ ഹോസ്റ്റൽ നടത്തിയിരുന്ന അങ്കിളിന് സ്വന്തമായിട്ടൊരു കടയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈവനിങ് ടീയുടെ കൂടെയുള്ള സ്നാക്സ്, എണ്ണക്കടികൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ കടയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാമായിരുന്നു. അത് ആദ്യകാലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഓഫർ കേട്ടോ. അത് 5 രൂപയിലോ 10 രൂപയിലോ അടങ്ങുന്നതായിരിക്കണം. മിക്കപ്പോഴും നമ്മൾ 10 രൂപയുടെയോ 5 രൂപയുടെ ലേസോ 50-50 ബിസ്ക്കറ്റും ആയിരിക്കും. ചായയും ലേസും വിയേർഡ് കോംബോ ആണല്ലേ, പക്ഷേ അത്ര വിയേർഡല്ല കേട്ടോ. ഞാനിനി എൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്താം. ബാക്കിയുള്ളവരെ ബാക്കി വീഡിയോയിലും. ഹായ് പറ. ഹലോ കല്യാണി, ഒരു ഹായ് പറയൂ. ഹായ്. ഓക്കെ ബൈ.